അപ്പൊ ഈ ബ്ലം എന്ന് പറഞ്ഞ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് വളരെ ഫേമസ് ആയിട്ട് കുറെ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇത് ബേസിക്കലി ബൈനാൻസ് ലാബ്സ് ഒക്കെ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇവര് ഒരു ഡെക്സ്, അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കൊണ്ടുവരാനാണ്, ടെലിഗ്രാം ബോട്ട് ബേസ്ഡ് ആയിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കൊണ്ടുവരാനും അത് സ്കെയിൽ ചെയ്ത് പല പല ബ്ലോക്ക് ചെയിനുകളിലേക്ക് എത്തിക്കാനൊക്കെയാണ് ഇവരുടെ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻസ്. ഫസ്റ്റ് ഇവർ ഇപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എയർ ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പ് കൊടുത്തിട്ട് കുറെ പ്ലേയേഴ്സിനെ, കുറെ ആൾക്കാരെ അട്രാക്ട് ചെയ്തിരിക്കുകയാണ് ഈ ബ്ലം എന്ന് പറഞ്ഞ ഒരു ആപ്പിലേക്ക്. ഇപ്പൊ മിനി ആപ്പ് യൂസേഴ്സ് ആയിട്ട് തന്നെ ഏകദേശം 98 മില്യൺ ആൾക്കാരുണ്ട് എന്നാണ് ബ്ലം അവകാശപ്പെടുന്നത്. 2024 ജനുവരി ഫെബ്രുവരിയിൽ ഏകദേശം തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് ഈ ബ്ലം എന്ന് പറയുന്നത്. തുടങ്ങിയതല്ല, മെയിൻ സ്ട്രീം ആയി വന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബ്ലംമാർ അവരുടെ ടോക്കൺ ജനറേഷൻ ഇവന്റ് എപ്പോഴാന്നുള്ളതിന് ഏകദേശം ഒരു സൂചന പോലെ നമുക്ക് തന്നിരിക്കും. അതായത് ഈ സ്പ്രിങ് 2025 സ്പ്രിങ്ങിലായിരിക്കും മോസ്റ്റ് പ്രോബബിളി, അല്ലെങ്കിൽ ഒരു വിത്തിൻ ഒരു 90% പ്രോബബിലിറ്റി ഈ ബ്ലം എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ TG നടക്കാൻ പോകുന്നത്, അതായത് ടോക്കൺ ജനറേഷൻ ഇവന്റ്. ഈ TGയും ലിസ്റ്റിങ്ങും സെയിം ആണെന്ന് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. TGയും ലിസ്റ്റിങ്ങും സെയിം അല്ല. TG എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടോക്കൺ അവിടെ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്, അതായത് ടോക്കൺ ജനറേഷൻ ഇവന്റിന് പറയുന്ന പേരാണ് TG. ആ ടോക്കൺ മേ ബി ലിസ്റ്റ് ആവാം, മേ ബി ലിസ്റ്റ് ആവാതിരിക്കാം. ഈ TG ചെയ്തിട്ടുള്ള ടോക്കൺ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, അതായത് ബൈനാൻസ്, ബൈബിറ്റ് പോലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലോ ലിസ്റ്റ് ആവുമ്പോൾ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റിംഗ് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ടോക്കൺ അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് വാല്യൂ ഒന്നുമില്ല. അപ്പൊ ബ്ലമ്മിന്റെ TGനെ പറ്റിയിട്ട് മാത്രമേ ഇവര് സംസാരിച്ചിട്ടുള്ളൂ. ഇത് നെസസറിലി ലിസ്റ്റിംഗ് ആവണമെന്നില്ല. പക്ഷെ ബൈനാൻസ് ലാബ്സ് ഒക്കെ ബാക്ക് ചെയ്ത ഒരു പ്രൊജക്ട്, അത്യാവശ്യം ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഈ ബ്ലം എന്ന് പറയുന്നത്. ഒരുവിധം ടെലിഗ്രാം എയർഡ്രോപ്പുകളൊക്കെ ആൾക്കാർ ഫെയ്ഡ് ചെയ്തതിന് ശേഷവും ബ്ലമ്മിൽ ആൾക്കാർക്ക് ഇത്ര ഹോപ്പ് വെക്കാൻ കാരണം എന്താ വെച്ചാൽ ബൈനാൻസിന്റെ ബാക്കിങ്. അത് പറഞ്ഞ പ്രൊജക്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവർ ഒരു ഡെക്സ് കൊണ്ടുവരാൻ നോക്കുകയാണ്, ടെലിഗ്രാം ബേസ്ഡ് ആയിട്ട്. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ അതിലൂടെ ആൾക്കാർ കൂടുതലും വെബ് 3ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡെക്സ്, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഡെക്സ് എന്ന് പറഞ്ഞാൽ ബൈബിറ്റ്, ബൈനാൻസ് പോലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പോലെ തന്നെ, പക്ഷെ ഒരു സെൻട്രൽ അതോറിറ്റീന്റെ ഓവർലുക്കിങ്ങോ കൺട്രോളോ ഒന്നുമില്ല. ഈ എൻറ്റയർലി ബ്ലോക്ക് ചെയിനിൽ എൻറ്റയർലി എന്താ പറയുക ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇവർ മെയിൻ ആയിട്ട് ടോൺ ബ്ലോക്ക് ചെയിനിലാണ് ഈ ഒരു ഡെക്സ് കൊണ്ടുവരാൻ നോക്കുന്നത്. അതിനുവേണ്ടി അവർ മീം പാഡ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ പുതിയ ചെയിൻസ് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ബ്ലം അവകാശപ്പെടുന്നത്. അതായത് സൊളാന, BNB അങ്ങനെയുള്ള പല പല ചെയിൻസും കൊണ്ടുവരാൻ ആണ് ഇവർക്ക് പ്ലാൻ ഉള്ളത്. ഇപ്പൊ ഈ അടുത്ത ദിവസം ഇവർ TGനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവന്നതിനൊപ്പം തന്നെ ഇവർ റോഡ് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് മാപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ Q2 2025, അതായത് ഈ മാർച്ച് ഏപ്രിലൊക്കെ പെടുന്ന മാസങ്ങളിൽ മോസ്റ്റ് പ്രോബബിളി ഇവരുടെ ലിസ്റ്റിംഗ്, മോസ്റ്റ് പ്രോബബിളി അല്ല ഇവർ അവകാശപ്പെടുന്ന ലിസ്റ്റിംഗ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇവരെ റോഡ് മാപ്പ് മുന്നത്തതൊക്കെ ശ്രദ്ധിച്ചവർക്ക് അറിയാം, കുറച്ച് ഡിലേ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഈ Q2 ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു മാസമൊക്കെ അപ്പുറത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും TGനെ പറ്റിയുള്ള ന്യൂസ്, അങ്ങനെ ടോക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ടോക്കണിന്റെ ഡിസ്ട്രിബ്യൂഷൻ, എത്ര കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്, എത്ര അവരുടെ ടീം അലൊക്കേഷൻ ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഫാക്ട്സ് എന്തായാലും ഈ 2 മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഏപ്രിൽ മാസം അല്ലെങ്കിൽ അടുത്തൊരു മാസത്തിനുള്ളിൽ, ഏപ്രിൽ മെയിൻ്റെ ഉള്ളിൽ മിക്കവാറും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്ലമ്മിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലം ഏകദേശം ഒരു കൊല്ലത്തോളം ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നു. അപ്പൊ ആൾക്കാർക്ക് ഏകദേശം മടുത്തു തുടങ്ങിയാണ്. ഈ ബ്ലമ്മിന്റെ ഗെയിം പ്ലേ കളിച്ചവർക്ക് അറിയാം. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് പോയിന്റ്, ടാപ്പ് ടു ഏൺ പോലെ തന്നെ ഒരു മെക്കാനിക്സ് ആണ്. പക്ഷെ കുറച്ച് പണിയാണ് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോയിന്റ് ഉണ്ടാക്കണം. അപ്പം കുറെ ആയിട്ട് ആൾക്കാർ ഇത് ചെയ്ത് കുറെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആങ്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ ലിസ്റ്റിംഗ് എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. അപ്പോൾ അമ്മമാർക്ക് വേറെ നിവൃത്തിയില്ലാതെ അവരിപ്പോൾ TGനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിറ്റിയെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ഇവരുടെ റോഡ് മാപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ കൊണ്ടുവന്ന സംഭവം എന്ന് പറയുന്നത് മീം പാഡ് ആണ്. മീം പാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സാധാരണക്കാരനും ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ട് വലിയ അറിവോ ഒന്നും ഇല്ലാണ്ട് ഒരു മീം കോയിൻ അല്ലെങ്കിൽ ഒരു കോയിൻ, ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന സംഭവമാണ് ഈ മീം പാഡ് എന്ന് പറയുന്നത്. സൊളാനയിൽ ഈ പമ്പ് ഡോട്ട് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മീം പാഡ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ട് കുറെ ആൾക്കാർ അതിൽ ടോക്കൺ ലോഞ്ച് ചെയ്ത്, ഒരു കുട്ടി ടോക്കൺ ലോഞ്ച് ചെയ്തിട്ട് അതേ സമയം തന്നെ സ്ട്രീം ചെയ്ത് അത് വലിയ ഇതിലെത്തി, ടോക്കൺ വലിയ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ അച്ചീവ് ചെയ്ത്, ചില ടോക്കൺസ് ഒക്കെ ബൈനാൻസ് ഒക്കെ എടുത്ത് ലിസ്റ്റ് ചെയ്ത് വലിയ കുറച്ച് കാലങ്ങൾ മുന്നേ, 2-3 മാസം മുന്നേ ആ ഒരു ട്രംപ് കോയിനൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിലൊക്കെ ഏകദേശം ഭയങ്കര കയറി നിന്ന ഒരു സംഭവമാണ് ഈ പമ്പ് ഡോട്ട് ഫണ്ട് ഒക്കെ. അപ്പം ആ ഒരു സംഭവം ടോണിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബ്ലം ലാബ്സ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ഈ റോഡ് മാപ്പ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവർ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ബ്ലം എന്ന് പറഞ്ഞ ടോക്കൺ, അതായത് ബ്ലമ്മിന്റെ TG അല്ലെങ്കിൽ ബ്ലമ്മിന്റെ എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ മെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സംഭവം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ ഈ ബ്ലം ആപ്പിൽ നമുക്ക് 100K ബ്ലം പോയിന്റ്സ് അതിന് ബേസിക്കലി ആദ്യം ഉണ്ടായ പോയിന്റ് സിസ്റ്റം. പിന്നെ അവർ മീം പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നു. മീം പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ മീം പാഡിൽ പല പല ട്രാൻസാക്ഷനും ടോക്കൺ ട്രേഡിങ്ങും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മീം പോയിന്റ്സ് കൂടും. അപ്പൊ ആദ്യം ഉണ്ടായ പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലം പോയിന്റ്സ് ആണ്. ഈ ഗെയിം കളിച്ചുണ്ടാക്കുന്നതാണ് ബ്ലം പോയിന്റ്സ്. അപ്പൊ നമുക്ക് 100K ബ്ലം പോയിന്റ്സ് വേണം. പിന്നെ 750, മിനിമം 750 മീം പോയിന്റ്സ് വേണം. പിന്നെ 2 റെഫറിലും ഉണ്ടായിരിക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ ഈ ബ്ലം എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പിന് നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് മീം പോയിന്റ് ഇല്ലെങ്കിൽ
നമ്മൾ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി, അതായത് കുറച്ച് കാലം മുന്നേ ബ്ലമ്മിൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഓർ 750 മീം പോയിന്റ് എന്നാണ് ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഈ ഒരു ക്രൈറ്റീരിയയിൽ സൂചിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അറ്റൻഷൻ ടു മീം പോയിന്റ്സ്. അതായത് മീം പോയിന്റ്സിനായിരിക്കും കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഈ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. അത് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ഫ്രീ ടു ഏൺ എയർ ഡ്രോപ്സ് ഒക്കെ ഏകദേശം ഫെയ്ഡ് ഔട്ട് ആയി ഫീൽഡ് ഔട്ട് ആയ പോലെ ആയിട്ടുണ്ട്. കാരണം അത്രയും യൂസർ ഇൻഫ്ലക്സ് കാരണം എയർ ഡ്രോപ്സ് ഒന്നും വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ഈ ടെലിഗ്രാമിലുള്ള ടോമ, പിന്നെ മീമിഫൈ, അങ്ങനെയുള്ള പല പല എയർ ഡ്രോപ്സ് ഒക്കെ കളിച്ചവർക്ക് അറിയാം, ഒന്നും റിട്ടേൺ ഒന്നും കാര്യമായ ഒരു എമൗണ്ട് ഒന്നും തിരിച്ചു കിട്ടിയില്ല. ഇറക്കിയ എമൗണ്ട് പോലും പലർക്കും തിരിച്ചു കിട്ടാതെ ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും എനിക്കറിയാം. ഞാനടക്കം, ഞാൻ മീംഫൈ കളിച്ചിട്ട് മീംഫൈയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഇറക്കിയ റിട്ടേൺ ബാരലി ഇറക്കിയ പൈസ തിരിച്ചു കിട്ടി എന്നല്ലാണ്ട് അതിൽ കൂടുതൽ ഇട്ട എഫേർട്ടിനും ടൈമിനും ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇവർ കുറച്ച് യൂസേഴ്സിന്, അതായത് ബ്ലമ്മിന് എന്ന് പറഞ്ഞാൽ 98 മില്യൺ ബോട്ട് യൂസേഴ്സ് ആണ് ബ്ലമ്മിനുള്ളത്. അവർ തന്നെ അവരുടെ ട്വിറ്റർ പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ 98 മില്യൺ ആൾക്കാർക്ക് നമ്മൾ എയർ ഡ്രോപ്പ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഇവര് ഈ ഒരു ഇത്രയും യൂസേഴ്സിനെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ആൾക്കാർക്ക്, ഇപ്പൊ നോട്ട് പിക്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നോട്ട് പിക്സിൽ പിന്നെ ചെയ്ത കുറെ വേറെ കാര്യങ്ങളുണ്ട്, അതിനെ പറ്റി വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യണം. കാരണം നോട്ട് പിക്സിൽ കമ്മ്യൂണിറ്റീനെ ഭയങ്കര ബാഡ് ആക്കിയ ഒരു പ്രൊജക്ട് ആണ്. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് ഒന്നും കിട്ടാതായ ഒരു പ്രൊജക്ട് ആണ് നോട്ട് പിക്സൽ. അപ്പൊ അതുപോലെ ഈ ബ്ലമ്മിലുള്ള ഇത്ര 98 മില്യൺ ആൾക്കാരെ കട്ട് ചെയ്ത് ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക്, ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്രൈറ്റീരിയ കൊണ്ടുവന്നതാണ് ഈ മീം പോയിന്റ് എന്ന് പറയുന്ന സംഭവം. എന്ന് വെച്ചാൽ അവരുടെ പ്രൊജക്ടിന് കാര്യമായിട്ട് അവർക്ക് മോണിറ്ററി ആയിട്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കൺട്രിബ്യൂഷൻ കൊടുത്ത ആൾക്കാർക്ക് ലെറ്റർ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഈ മീം പോയിന്റ് എന്നുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ മോസ്റ്റ് പ്രോബ്ലി നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ മീം പോയിന്റിന് കൂടുതൽ പ്രയോറിറ്റിയും അല്ലെങ്കിൽ ഒരു കൂടുതൽ വെയിറ്റ് ഉണ്ടാവും ഈ ഒരു അലക്കേഷൻ പ്രോസസ്സിൽ. ഈ ബ്ലം പോയിന്റിന് എത്ര ബ്ലം പോയിന്റ് ഉണ്ടായാലും മീം പോയിന്റിലായിരിക്കും കൂടുതൽ കാര്യം കിടക്കുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മീം പോയിന്റ്സ് എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം കൂട്ടാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അത് ഇതുവരെ സ്നാപ്ഷോട്ട് ഒന്നും എടുത്തതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞത് ഇതുവരെ സ്നാപ്ഷോട്ട് എടുത്തില്ല, ഈ എടുത്തെടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ സ്നാപ്ഷോട്ട് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മെറ്റായിരിക്കണം, എന്നാലും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ടിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, ബ്ലമ്മിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ്സ് കിട്ടിയതൊക്കെ മാക്സിമം കളിച്ച് തീർക്കാൻ നോക്കാം. മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഇവന്റ് വരാനുണ്ടാവും. ചില ഇവന്റ്സ് വരുന്ന ടൈമിൽ ബ്ലമ്മാർ ഈ ടിക്കറ്റിന്, ഇപ്പം സാധാരണ ഒരു ടിക്കറ്റിന് ഓൺ ആൻ ആവറേജ് ഏകദേശം 200 പോയിന്റ്, 190, 150 പോയിന്റ് ഒക്കെയാണ് സാധാരണ ഒരാൾക്ക് കിട്ടുക. 200 എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് ആണ്. ബോട്ടൊക്കെ ഇട്ട് കളിക്കുന്നവർക്കും അങ്ങനത്തെവർക്കൊക്കെ 200 കിട്ടുള്ളൂ. പക്ഷെ ബോട്ടൊക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ മേ ബി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അക്കൗണ്ട് ബാൻ ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരെ ആന്റി ഡിറ്റക്ഷൻ ആയിട്ടുള്ള എന്തൊക്കെ സാധനമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നിട്ടും 100K എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ എത്താത്തവരുണ്ടെങ്കിൽ കുറെ ടാസ്ക് ഉണ്ട് ബ്ലമ്മിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ. കുറെ സോഷ്യൽ ടാസ്ക്, ഓൺ ചെയ്യാൻ ടാസ്ക്, അതേമാതിരി തന്നെ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഏരിയസിൽ കുറെ ടാസ്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ബ്ലമ്മിന്റെ അകത്ത്. അതൊക്കെ ചെയ്താൽ ഏകദേശം 100K എത്തും. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മീം പോയിന്റ് ഇല്ലാതെ വരിക. 750 മീം പോയിന്റ് വേണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എളുപ്പം കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൺ ചെയിൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നമുക്ക് മീം കോയിൻ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്താൽ നമുക്ക് 2000 ബ്ലം പോയിന്റ് കിട്ടും. ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്യാൻ വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് 0.5 ടോൺ ആണ്. 0.5 ടോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വിലയിൽ ഏകദേശം എത്ര, $1.5 ഒറ്റേ വരുന്നുള്ളൂ. അപ്പം ഏകദേശം എത്ര, 150, 160 രൂപ. ആ 160 രൂപ കൊടുത്തിട്ട്, ലൈക്ക് 160 രൂപയല്ല, അതിന് വെറുതായിട്ടുള്ള ടോൺ കൊടുത്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ബ്ലമ്മിന്റെ ഒരു ട്രേഡിംഗ് ബോട്ട് ഉണ്ട്. ബ്ലമ്മിന്റെ ട്രേഡിംഗ് ബോട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 3000 മീം പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ടോക്കൺ വാങ്ങി വിറ്റ് അന്നേരം തന്നെ ട്രേഡ് ചെയ്താൽ മതി. ഇതിനെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലമ്മിന്റെ ബോട്ടിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഞെക്കിയിട്ട് ബാക്ക് അടിക്കുമ്പോൾ തന്നെ 3000 എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഫില്ല് ആവുന്നുണ്ട്. അത് ഒരു ട്വിറ്ററിൽ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ഒരു ബഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞപ്പോൾ 3000 മീം പോയിന്റ് കാണിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അത് ഞാനൊന്നും ട്രേഡ് ചെയ്തിട്ടല്ല, അത് ജസ്റ്റ് ഞെക്കി അറിയാണ്ട് ബാക്ക് അടിച്ചപ്പോൾ ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അപ്പൊ ഞാൻ ക്ലെയിം ചെയ്തതാണ്. അത് മിക്കവാറും റീസെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു റീസെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ട്രേഡ് ചെയ്തവർക്ക് മാത്രം അവിടെ വെക്കുള്ളൂ എന്നാണ് അവർ അവരുടെ ട്വിറ്റർ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിയുന്നത്ര മീം പോയിന്റും പിന്നെ റെഫറലും ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ് ബ്ലമ്മിന്റെ ഒരു മുന്നോട്ടുള്ള എയർ ഡ്രോപ്പ് വലിയൊരു അലക്കേഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. റെഫറൽസിന്റെ 10% നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ 100K ക്രൈറ്റീരിയ എന്തായിരിക്കും എത്താൻ പറ്റും. പിന്നെ ഇതിലെ ലീഡർ ബോർഡൊക്കെ നോക്കിയിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ലീഡർ ബോർഡിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10-20 ആൾക്കൊക്കെ നല്ല എമൗണ്ട് ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കുറെയൊക്കെ റെഫറൽ ഫാമിംഗ് എന്ന് വെച്ചാൽ പോസ് എയർ ഡ്രോപ്പ് ചെയ്തവർക്കറിയാം. നമ്പർ 1 എൽക്കനാദി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെയും, അയാൾക്ക് ഏകദേശം എത്ര 1 ബില്യൺ പോസോ അങ്ങനെ എന്തോ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെവരൊക്കെ എന്ന് പറഞ്ഞാൽ റെഫറൽ ഫാമിംഗ് എന്ന് വെച്ചാൽ റെഫറൽസിനെ വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ ആന്റി ചീറ്റ് അല്ലെങ്കിൽ ഇവരുടെ ആന്റി സിബിൽ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇവർ പിടിക്കും. മോസ്റ്റ് പ്രോബബ്ലി അവസാനം വരുന്നും ഉണ്ടാവില്ല. മുകളിലുള്ള പല ആൾക്കാരെയും ഇവർ ബാൻ ചെയ്യുന്ന ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് ആരും കളിക്കാണ്ട് നിൽക്കണം. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ
ബൈനാൻസ് ലാബ് ഒക്കെ ബാക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു എയർ ഡ്രോപ്പ്, നോട്ട് കോയിൻ ഒക്കെ തന്ന പോലത്തെ ഒരു എയർ ഡ്രോപ്പ് തരാൻ ബ്ലമ്മിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റ് കണ്ടീഷൻ, ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒക്കെ കണ്ടീഷൻ വെച്ചിട്ട് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടി ജി മോസ്റ്റ് പ്രോബബ്ലി ഡിലേ ആയി ഒരു ജൂണൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ അതിന്റെ മുന്നേ മാക്സിമം നമുക്ക് എത്തിക്കാൻ നോക്കും. കുറെ ആൾക്കാർ ഇപ്പം തന്നെ ഫെയ്ഡ് ആയി, നമ്മൾ കളിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഒഴിവാക്കി പോയി. പക്ഷെ അപ്പം സംഭവിക്കുന്ന വെച്ചാൽ ഈ 98 മില്യൺ യൂസേഴ്സിലുള്ളതിൽ മെജോറിറ്റി ആൾക്കാർക്കും പല പല ക്രൈറ്റീരിയ ഒന്നും ഉണ്ടാവില്ല, പലരും മറന്നു തന്നെ പോയിട്ടുണ്ടാവും എയർ ഡ്രോപ്പിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുകയാണ്, നമുക്ക് കൂടുതൽ പോയിന്റ്സും സംഭവം കയറിയിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് കുറച്ചുകൂടെ സെക്യൂർ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോന്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റ്സ് ഉണ്ട്, അത് കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ ഞാനത് പിൻ ചെയ്തിടാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സിനും അതിനെ എയർ ഡ്രോപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.